PSC പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏതാണ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു മെത്തേഡ് അല്ല 10 രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ 2024 LDC പരീക്ഷകൾക്കായാലും 23 നിങ്ങളുടെ ഖാദി ബോർഡ്, അതുപോലെ തന്നെ 10th പ്രിലിംസ് 12th പ്രിലിംസ് ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു സ്കെയിലിന്റെ 50%-ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 75-ഓ 80-ലോട്ടോ എത്തിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പൊ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലേക്ക് അങ്ങ് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ PSC പരീക്ഷ പഠിക്കുന്ന ആരായാലും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് സ്പീഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ്. സ്പീഡ് റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എല്ലാ PSC പരീക്ഷകളിലും ഒരു സിലബസ് ഉണ്ട് അല്ലെ. അതിപ്പോ LDC ആയിക്കോട്ടെ, 12th ലെവലിൽ നമ്മുടെ ഫയർമാനോ CPO പരീക്ഷകളായിക്കോട്ടെ, LGS ആയിക്കോട്ടെ, നമ്മുടെ KAS ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും PSC നിർദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിന്ന് തന്നെയാണ് 99% ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി 1% ചോദ്യങ്ങൾ പുറത്തുനിന്ന് വരാൻ അല്ലെ, അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഈ സിലബസ് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നതാണ് ഒരു PSC ആസ്പിരന്റ് എന്ന് പറയുമ്പോൾ, PSC ജോലിയിലോട്ട് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സിലബസ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരു സിലബസ് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പീഡ് റീഡിംഗിൽ തന്നെയാണ്. അപ്പൊ ഈ സ്പീഡ് റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് 1-2 സെക്ഷൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു കേരള നവോത്ഥാനം, അപ്പൊ നമുക്കിപ്പോ അതില് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കണം, ചട്ടമ്പി സ്വാമിയെ പഠിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാരഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് റാങ്ക് ഫയലിലെ ആ ഒരു കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരിക്കലൊന്ന് വായിച്ചു നോക്കുക. അതാണ് പാരഗ്രാഫ് വൈസ് എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് വായിച്ചു നോക്കുക. അത് നമ്മുടെ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് അങ്ങനെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വേർഡ്സ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന സ്പീഡ് എന്ന് പറയുന്നത്, ഈ സ്പീഡ് റീഡിങ്ങിന് ഒരു വേർഡ്സ് പെർ മിനിറ്റ് ഉണ്ട്. അത് സാധാരണ ഒരു വ്യക്തിക്ക് 200 മുതൽ 400 വരെയാണ്. പക്ഷെ നമുക്കത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 മുതൽ 1400 വരെ വളരെ ആ ഒരു രീതിയിൽ നമുക്കോട്ട് മാറാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രാക്ടീസിലൂടെ നമുക്കത് കഴിയത്തുള്ളൂ. എപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, SCRT പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ റാങ്ക് ഫയലുകൾ വായിക്കുക. വായിക്കുന്ന സമയത്ത് ഈ സ്പീഡ് റീഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലൊന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിലും പാരഗ്രാഫ് വൈസ് വായിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഓരോ സെന്റൻസ് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു പോവാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സ്പീഡ് റീഡിംഗ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ രീതിയിൽ ഉപകാരപ്പെടും. അത് ഒന്നാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ് കേട്ടോ. എന്താണ് നോട്ട് മേക്കിംഗ്? നമുക്കറിയാം ടേക്ക് നോട്ട്സ് അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ജനിച്ചത്, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജനിച്ച വർഷം, മരിച്ച വർഷം, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ നമ്മുടെ സർവ്വമത സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് നോട്ടാക്കി മാറ്റുക. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കൺട്രോൾ ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തന്നെയാണ്. നമുക്കറിയാം നമുക്കിപ്പോ എത്രത്തോളം പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ പഠനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം ഒരുപക്ഷെ മോശമായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ളവരാണ് എന്നല്ലല്ലോ. അപ്പൊ ഒരുപാട് പേർക്ക് അതിനുള്ള അന്തരീക്ഷം കിട്ടാതിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങളെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടന തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ശാന്തമായിട്ട് എവിടെയെങ്കിലും ചെന്നിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ക്ലബ്ബുകളോ ട്യൂഷൻ സെന്ററുകളോ അല്ലെങ്കിൽ എന്താണ് ഗ്രന്ഥശാലകളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് മീൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പഠന ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാരുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചെന്നുകൊണ്ടോ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ചെന്നിരുന്ന് നാട്ടുകാര്യവും പറഞ്ഞ് വീട്ടുകാര്യവും പറഞ്ഞ് സിനിമാ കഥയും പറഞ്ഞുകൊണ്ടിരുന്നാല് കാര്യങ്ങൾ നടക്കത്തില്ല. കൂടെ ഇരിക്കണവൻ പഠിച്ച്
രക്ഷപ്പെട്ടു പോകും, നമ്മൾ ആ ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ത് ചെയ്യുക, നിങ്ങളുടെ സമപ്രായക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കൂട്ടുകാരുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് കൺട്രോൾ യുവർ ലേണിംഗ് എൻവയോൺമെന്റ്. നിങ്ങളുടെ പഠന സൗകര്യം, നിങ്ങളുടെ പഠന അന്തരീക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പൈൻ ആൾ ലേണിംഗ് മെത്തേഡ്സ് എന്നാണ്. ആൾ ലേണിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ലേണിംഗ് മെത്തേഡ്സ് നമ്മുടെ സൈക്കോളജിയിൽ തന്നെ പറയുന്നുണ്ട്. അതിന് നമുക്ക് വിഷ്വൽ മെത്തേഡ്സ് വരുന്നുണ്ട്, ഓഡിറ്ററി മെത്തേഡ്സ് വരുന്നുണ്ട്, ടോക്ടൈൽ മെത്തേഡ്സ് വരുന്നുണ്ട്, കൈനറ്റിക് മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടു പഠിക്കാം, അതാണ് വിഷ്വൽ മെത്തേഡ്സ്. ഓഡിറ്ററി മെത്തേഡ്സ് ഉണ്ട്, നമുക്കിപ്പോ യൂട്യൂബിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് അത് ശ്രദ്ധിക്കാതെ ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊട്ട് പഠിക്കാനായിട്ട് കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ കയ്യിൽ പേനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് ഇങ്ങനെ വരച്ച് പോകും അല്ലെ. അതൊക്കെ എന്താണ്, കൈനസ്തെറ്റിക് ആണ്. നിങ്ങൾക്ക് തൊട്ട് പഠിക്കാനായിട്ട് പറ്റും. ടോക്ടൈൽ ആയിട്ട് പഠിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉരുവിട്ട് പഠിക്കാം, അല്ലെങ്കിൽ സംസാരിച്ച് പഠിക്കാം, എന്ന് വെച്ചാൽ ഉറക്കെ വായിച്ച് പഠിക്കാം അല്ലെ. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മെത്തേഡ്സും വിഷ്വൽ ആയിക്കോട്ടെ, ഓഡിറ്ററി ആയിക്കോട്ടെ, ടോക്ടൈൽ ആയിക്കോട്ടെ, കൈനസ്തെറ്റിക് ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യണം, അതിനകത്ത് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുന്നത് കണക്ട് എവ്രിതിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ചില കോഡുകൾ എന്ന് പറഞ്ഞാൽ തീരെ പൊട്ട കോഡുകളായിരിക്കും. ഞാൻ തന്നെ എന്റെ ക്ലാസ്സിനകത്ത് പറയുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും, നിങ്ങളുടെ കമന്റ്സിലൊക്കെ ഞാൻ കാണുന്നതുമാണ്. കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷേ ആ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കണക്ട് ആയിട്ട് ലിങ്ക് ആയിട്ട് ഇങ്ങനെ കിടക്കും അല്ലെ. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, നിങ്ങളുടെ അനുഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തിയിട്ട്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡുകൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, അവസാനം കോഡുകൾ മനസ്സിലായിരിക്കും, ഇത് എന്തിന്റെ കോഡാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഓക്കെ, ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഡുകൾ ഉണ്ടാക്കി പഠിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എക്സസൈസ് യുവർ ബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് എക്സസൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. രാവിലെ ഓടാൻ പോവും, ജിമ്മിൽ പോവും, വർക്കൗട്ട് ചെയ്യും, പുഷപ്പ് ചെയ്യും, അങ്ങനെ ഒരുപാട് വർക്കൗട്ടുകൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കാറുണ്ട്. പക്ഷേ ശരീരത്തിന് വർക്കൗട്ട് വേണം, പക്ഷെ നമ്മുടെ ബ്രെയിനിന് ആ ഒരു എക്സസൈസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ, ബ്രെയിനിന് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രെയിനിന് നിങ്ങൾ എക്സസൈസ് കൊടുക്കുക എന്ന് പറയുന്നതാണ്. ബ്രെയിനെ കൊണ്ട് ഡമ്പൽ എടുത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ബ്രെയിനിന് എങ്ങനെ എക്സസൈസ് കൊടുക്കാൻ പറ്റും? റീഡ്, റീകോൾ ആൻഡ് റിപ്പീറ്റ്. എന്താണ് റീഡ്, റീകോൾ ആൻഡ് റിപ്പീറ്റ്? വായിക്കുക, ഏതെങ്കിലും ഒരു സാധനം വായിക്കുക. ഇപ്പൊ പഴശ്ശിരാജയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം വായിക്കുക, റീഡ് ചെയ്തു, റീകോൾ ചെയ്യുക. കുറച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ ശ്രദ്ധിക്കുക, കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോകുക, ഞാനിപ്പോ എന്താണ് പഠിച്ചത്, പഴശ്ശിരാജ അല്ലെ, കെട്ടിയോട്ട് രാജ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ റീഡും ചെയ്തു, റീകോളും ചെയ്തു. നമ്മൾ ഈ പഠിച്ച കാര്യം ഒരിക്കൽ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, റിപ്പീറ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, പഠിക്കുന്നത് എത്ര വലിയ ബുദ്ധിജീവി ആയാലും അവന്റെ മനസ്സിൽ നിന്ന് പോകും കേട്ടോ. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ റീഡ് ചെയ്യുക, റീകോൾ ചെയ്യുക, അതിനെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, ഇത് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ അവിടെ വീണ്ടും ഷാർപ്പ് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു കത്തി നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരുന്നാൽ അതെന്ത് ചെയ്യും, തുരുമ്പ് പിടിച്ചു. ആ കത്തി നമ്മൾ എത്രത്തോളം ഷാർപ്പായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ തേച്ച് വരച്ച് അതിനെ ഷാർപ്പ് ചെയ്യുന്നു, അത് അത്രത്തോളം എന്ത് ചെയ്യുന്നു, മൂർച്ചയുള്ളതായിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്ന് തൊട്ടാൽ മതി മുറിയാൻ അല്ലെ. അതുപോലെയാണ് നമ്മുടെ തലച്ചോറ്. നമ്മൾ എത്രത്തോളം എക്സസൈസ് കൊടുക്കുന്നു, നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മുടെ ബ്രെയിന് ഷാർപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുന്നതാണ്, എക്സസൈസ് യുവർ ബ്രെയിൻ. മറ്റൊന്ന് പറയുന്നത് ലേൺ ആൽഫ മ്യൂസിക് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള മ്യൂസിക് അവൈലബിൾ ആണ്. എന്ന് പറയുമ്പോൾ ആൽഫ മ്യൂസിക് ഉണ്ട്, ബീറ്റ മ്യൂസിക് ഉണ്ട്. ഇതില് നമ്മുടെ പഠനത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആൽഫ മ്യൂസിക് ആണ്. ഈ ആൽഫ മ്യൂസിക് നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പോ
എന്ത് ചെയ്യുക, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ് ആവണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ മ്യൂസിക് നിങ്ങൾ വന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുന്ന കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കുക. ഈ ഡപ്പാങ്കൂത്ത് പാട്ടുകളൊക്കെ എന്താ പറയുന്നത്, ഒന്ന് റിലാക്സ് ആവുന്നു. നമ്മളെ മൈൻഡ് എപ്പോഴും എന്ത് ചെയ്യുക, റിലാക്സ് ആയി കാമായി ഇരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അനാവശ്യമായ ടെൻഷൻസ്, പ്രഷറിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിപ്പോൾ ഏത് രീതിയിലായാലും അനാവശ്യമായ ടെൻഷൻസും പ്രശ്നങ്ങളും ഒന്നും തലയിലോട്ട് എടുത്ത് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ച് സംവൺ എന്നാണ്. എന്താണ് ടീച്ച് സംവൺ? അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാല് ഇപ്പൊ ടീച്ചേഴ്സിനെ തന്നെ അറിയാം. നിങ്ങളൊക്കെ ട്യൂഷൻ എടുക്കുന്നവരാണെങ്കിൽ അറിയാം. വീട്ടിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കുട്ടികൾക്കൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസോ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മാസ്റ്റർ ആയിട്ട് മാറും അല്ലേ. അതാണ് ഈ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പോകെ ആ വിഷയത്തിൽ മാസ്റ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്വയം അങ്ങനെ ആരുമില്ല, ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്, വേണ്ട, ഒറ്റയ്ക്ക് വായിച്ചു പഠിക്കുക. എന്നുവെച്ചാൽ വായിച്ച് പഠിക്കുക. എപ്പോഴാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചത് ഇന്ന വർഷമാണെന്ന് പറയുന്നതിനേക്കാളും ശ്രീനാരായണ ഗുരു ജനിച്ചത് എപ്പോഴാണ്, ശ്രീനാരായണ ഗുരു മരിച്ചത് എപ്പോഴാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നിങ്ങൾ തന്നെ പഠിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ടീച്ചർ, നിങ്ങൾ തന്നെയാണ് സ്റ്റുഡന്റ്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ട. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പോകെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്ന് പറയുന്നത് ഹാവ് ഡെയിലി ടാർഗറ്റ് എന്നാണ്. നമുക്ക് ലക്ഷ്യം വേണം. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇത്രയും തീർക്കണം. ഇപ്പോ ഇന്നത്തെ ദിവസം ഞാൻ റഷ്യൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ ചൈനീസ് റവല്യൂഷനും തീർക്കും. ഇതാണ് എന്റെ ഇന്നത്തെ ഒരു 2 മണിക്കൂറത്തെ ടാർഗറ്റ്. അപ്പൊ ഞാൻ ഇന്ന് ഈ കാര്യം തീർത്തിട്ടേ കിടക്കാവൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ് എന്ത് ചെയ്യുക, ഡെയിലി തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പുഷ് യുവർ ലിമിറ്റ്സ്. ജിമ്മിലൊക്കെ പോകുന്നവരാണ്, വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു 20 പുഷപ്പ് എടുത്തു. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ്, ഇന്നത്തെ ഡെയിലി ടാർഗറ്റ് 20 പുഷപ്പാണ്. പക്ഷേ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ 20 പുഷപ്പാണ് എടുക്കേണ്ടത്. പുഷ് യുവർ ലിമിറ്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, 20 എന്ന് പറയുന്ന സാധനം 25 ആക്കുക. അടുത്ത ആഴ്ച അത് 30 ആക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ഞാൻ പഠിച്ചത് 10 പേജ് ആണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, 15 പേജ് ആണ്. മറ്റന്നാൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, 20 പേജ് ആണ്. ഇത് നിങ്ങൾ പോകെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്പീഡ് റീഡിങ് അവിടെ കൂടും, നിങ്ങളുടെ ഫോക്കസ് അവിടെ കൂടും, നിങ്ങളുടെ ടാർഗറ്റ് അവിടെ കൂടും, നിങ്ങൾ പുഷ് ചെയ്യുന്ന നിങ്ങളുടെ തന്നെ ലിമിറ്റ്സ് എന്ത് ചെയ്യും, അവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്, നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കുക. ആ ടാർഗറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഷാർപ്പ് ചെയ്ത് പുഷ് ചെയ്യുക. നിങ്ങളുടെ ലിമിറ്റ്സിനെ നിങ്ങൾ തന്നെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ ഏറ്റവും മാസ്റ്റർ ആയിട്ട് ഞാൻ തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ലവ് വാട്ട് യു ഡു. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മാത്രം പ്രണയിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നുമല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരാളടുത്ത് ഇപ്പൊ ഇഷ്ടമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വഴിയെ പോകുന്ന വേറെ 1-2 പിള്ളേരെ കാണുന്നു, അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തുമോ, ഒന്നും കിട്ടാതെ പോകും. നമ്മൾ ഈ പറയുന്ന പോലെ കഷത്തിരിക്കുന്നത് കിട്ടിയുമില്ല, ഉത്തരത്തിരിക്കുന്നത് എടുക്കാനും പറ്റില്ല, ആ ഒരു അവസ്ഥയിലോട്ട് വരും. അല്ലെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട എന്ത് ചെയ്യുക, ലവ് വാട്ട് യു ഡു. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് LDC ആണ്, 2024 LDC ആണ്. അല്ലെങ്കിൽ നവംബർ 1-ാം തീയതി വരാൻ പോകുന്ന നിങ്ങളുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ എക്സാമിനേഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫയർമാൻ, ഫയർവുമൻ, ഫയർ ഡ്രൈവറിന്റെ എക്സാമിനേഷൻ ആണ്. ഫോക്കസ് ചെയ്യുക, ലവ് ചെയ്യുക. ആ ഒരു ജോലി നിങ്ങൾ അപ്പം തന്നെ ഇഷ്ടപ്പെടുക. ഞാൻ ആ ജോലിയിൽ ഇരിക്കാതെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനായിട്ട് കഴിയും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റവും വരെ പോകും എന്നുള്ള നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല വീഡിയോസും വരും. പല വീഡിയോസും വരും. ഇന്നതാണ്, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിസ്ട്രാക്ഷൻസിലോട്ട് പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ഫോക്കസ് പോയിന്റിൽ വന്നെത്താനായിട്ട് അല്ലെങ്കിൽ എത്തി നിൽക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 10 പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 10 പോയിന്റുകളെ ഒന്നുകൂടി പറയാണ്.
ഒന്നാമത് ഞാൻ പറഞ്ഞ എന്താണ് സ്പീഡ് റീഡിങ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ് കൺട്രോൾ ലേണിംഗ് എൻവയോൺമെന്റ്. നിങ്ങളുടെ പഠന സൗകര്യം അല്ലെങ്കിൽ പഠന ചുറ്റുപാടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ടേക്ക് നോട്ട്സ്, വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടായിട്ട് തന്നെ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ പറഞ്ഞു കമ്പൈൻ ഓൾ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, വായിച്ചു പഠിക്കുക, തൊട്ട് പഠിക്കുക, വളരെ നല്ലതാണ്. അത് നിങ്ങളെ സഹായിക്കും. പിന്നെ കണക്ട് എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് എക്സസൈസ് യുവർ ബ്രെയിൻ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റീഡ്, റിപ്പീറ്റ്, റീകോൾ എന്നീ മെത്തേഡ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ എക്സസൈസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ലിസൺ ടു മ്യൂസിക് അല്ലെങ്കിൽ ആൽഫ മ്യൂസിക് തന്നെയൊന്നുമില്ല, നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സിനിമയൊന്നും കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക, എപ്പോഴെങ്കിലും കാണാം. എല്ലാ ദിവസവും സിനിമയും കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയാണ്. നിങ്ങളുടെ ടൈമാണ് വേസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ആവുമെന്ന് തോന്നുമ്പോഴത്തേക്ക് 2 പാട്ടൊക്കെ കേട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് റിലാക്സ് ആവുക, വീണ്ടും നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലോട്ട് വീണ്ടും വരിക. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞത് ടു ടീച്ച് സമ്മൺ. ഒന്നിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അമ്മയൊക്കെ ചുമ്മാ ഇരിക്കും, അമ്മയെ ചെന്ന് പഠിപ്പിക്കുക. ചുമ്മാ ഇരിക്കുകയല്ല, അമ്മ നാല് കാര്യങ്ങൾ അമ്മയെ പഠിക്കട്ടെ, അപ്പൊ അമ്മയെ പഠിപ്പിക്കുക, അനിയനെ പഠിപ്പിക്കുക. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ അനിയനെ വിളിച്ചൊക്കെ പഠിപ്പിക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ടീച്ച് സംഭവം. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിൽ അങ്ങ് മറ്റേ ട്രില്ലർ വെച്ച് പതിക്കും പോലെ അങ്ങ് മനസ്സിൽ അങ്ങ് പതിഞ്ഞു കിടക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞാണ് ഹാവ് ഡെയിലി ടാർഗറ്റ്. ഡെയിലി നിങ്ങൾക്കൊരു ടാർഗറ്റ് വേണം. ഇന്ന് ഞാനിപ്പോൾ 10 പേജ് പഠിക്കും, ഇന്ന വിഷയം ഞാൻ തീർക്കും. കേരള നവോത്ഥാനവും അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫിയിലെ ഭൂമിയുടെ പുറംപാളിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് പോർഷൻ ഞാൻ ഇന്ന് പഠിക്കും. മാത്സിലെ HCF LCM ഞാൻ കവർ ചെയ്യും. ആ ഒരു 3 സെറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടാർഗറ്റിനെ നിങ്ങൾ തന്നെ ഈ ഡെയിലി ടാർഗറ്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ 3 വിഷയം പഠിച്ചു, നാളെ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, 4 ആക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ആയിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിരിക്കും. അപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ലവ് വാട്ട് യു ഡു. നിങ്ങൾ സ്നേഹിക്കുന്ന എന്താണോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിന് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പോകുന്ന വഴി നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കഷ്ടപ്പാടാണ്, കഷ്ടപ്പെട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കിട്ടുന്നതിനെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വില ഉണ്ടാകത്തുള്ളൂ അല്ലെ. അത് എപ്പോഴും ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഇപ്പോൾ നിൽക്കുന്ന സ്കെയിലിൽ നിന്നും വീണ്ടും ഒരു 50% അല്ലെങ്കിൽ 40-45% പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോക്കസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നോളജ് ഫാക്ടറി ചാനലിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൽഡിസിയുടെ ക്ലാസ്സുകളുണ്ട്, ഫയർമാൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാര്യം പലരുടെയും മൈൻഡ് പലയിടത്തും ഡിസ്ട്രാക്റ്റഡ് ആണ്. അതിൽ നിന്നൊക്കെ മാറി പോസിറ്റീവ് ചിന്തയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കുന്നവർ വിജയിക്കും, വിജയിക്കുന്നവർ ജീവിതത്തിൽ മുന്നേറും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.